ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദുർഗയും കിരണും മുറിയിലേക്ക് എത്തിയിട്ട് ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. പ്രദീപിന്റെ വീട്ടുകാർ നല്ല പിടിപാടുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ഇടപെട്ട് ഒരുപക്ഷെ സിയെ മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ജോർജ് സാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ നടപ്പിലാകുമെന്ന് സംശയമാണെന്ന് കിരൺ പറയുമ്പോഴേക്കും വിനോദിന്റെ ഫോൺ കോള് ദുർഗയെ തേടിയെത്തി. കോൾ അറ്റൻഡ് ചെയ്ത ദുർഗയോട് വിനോദ് പറഞ്ഞു, ജെഡി, നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നത്. ആ സിയെ ഉണ്ടല്ലോ, അയാൾ ഇവിടെ വന്നിരുന്നു. അയാൾക്ക് സ്ഥലം മാറ്റമൊന്നും നടന്നിട്ടില്ല. മിനിസ്റ്റർ ഇടപെട്ട് അയാളുടെ സ്ഥലം മാറ്റമൊക്കെ മരവിപ്പിച്ചു. പിന്നെ അയാൾ ഇവിടെ വന്ന് വല്ലാതെ ഭീഷണി മുഴക്കിയിട്ടാ പോയിരിക്കുന്നത്. സത്യത്തിൽ എന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും പേടിച്ചു പോകുമായിരുന്നു. അതുപോലെയുള്ള വിരട്ടലാണ് ഇവിടെ വന്ന് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നടത്തിയത്. സത്യത്തിൽ ഞാൻ ആരാണെന്നുള്ള കാര്യം അയാൾക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ പിന്തിരിപ്പിക്കാനായി പല രീതിയിൽ അവർ ശ്രമിച്ചു. ഇപ്പോ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ആകെ ടെൻഷൻ എന്നെ കുറിച്ച് ഓർത്തിട്ടാണ്. അതാണ് ഞാൻ ജെഡിയെ ഇപ്പൊ വിളിച്ചത് എന്ന് പറഞ്ഞു. എന്തായാലും ഇതിന് വേണ്ട കാര്യങ്ങൾ താൻ ചെയ്യാമെന്നും ഞാൻ ഉടനെ തന്നെ ജോർജ് സാറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദുർഗ ഫോൺ വെച്ചു. ഉടനെ കിരണിനോട് കാര്യം പറഞ്ഞിട്ട് ദുർഗ ജോർജ് സാറിനെ വിളിച്ചു. ജോർജ് സാർ അപ്പോഴേക്കും സിയുടെ സ്ഥലമാറ്റം മാറിയില്ല എന്ന് സ്ഥലമാറ്റം നടന്നിട്ടില്ല എന്ന് ഞാനും അറിയാനിടയായെന്ന് ജോർജ് സാറ് സമ്മതിച്ചു. അപ്പോഴേക്കും ദുർഗ ചോദിച്ചു, അല്ല സാറേ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അയാളാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും വിനോദിനും കുടുംബത്തിനും നിയമ നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞതും ജോർജ് സാർ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടക്കട്ടെ. പിന്നെ ഒരു കാര്യം ചെയ്യാം, സി എമ്മിനെ നേരിട്ട് വിനോദിനെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കാം, ഈ സി എ മാറ്റണമെന്ന് പറഞ്ഞ്. അത് കേട്ടതും ദുർഗ ചോദിച്ചു, അപ്പോ പെട്ടെന്നൊന്നും കേസിന് ഒരു തീരുമാനം ആവില്ലല്ലോ സാറേ, അതിന് ഇനിയും താമസം എടുക്കില്ലേ എന്ന് പറഞ്ഞപ്പോ, അല്ലാതെ വേറെ പോംവഴി ഇല്ലല്ലോ ജെഡി എന്നായിരുന്നു ജോർജ് സാറിന്റെ മറുപടി. എന്താണ് ഒരു പോംവഴി ഉണ്ടാവുക എന്ന് താനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ദുർഗ ഫോൺ വെച്ചു. അതിനുശേഷം കിരണുമായ ദുർഗ ഒന്ന് ആലോചിച്ചു. അപ്പോഴേക്കും ദുർഗ പറഞ്ഞു, ഒരു വഴിയുണ്ട് കിരൺ. ഉടനെ എന്താണെന്ന് കിരൺ ആശങ്കയോടെ ചോദിച്ചപ്പോഴേക്കും കാര്യം വിശദമായി ദുർഗ കിരണിനോട് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഫലിക്കുമെന്ന് കിരൺ സമ്മതിച്ചതും രണ്ടുപേരും കൂടി വേഗം തന്നെ പൂർണിമയുടെ അരികിലേക്ക് ചെന്നു. ചില ജോലി തിരക്കുകളിൽ മുഴുകിയിരുന്ന പൂർണിമയുടെ അരികിലേക്ക് ഇരുവരും എത്തിയതും ഉടനെ, എന്താ രണ്ടുപേർക്കും എന്നോട് എന്താ ചോദിക്കാനുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല ചേച്ചി തിരക്കിലാണെങ്കിൽ ഞങ്ങൾ പിന്നീട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ ദുർഗയുടെ കാര്യം പറയാനായിട്ട് പൂർണിമ അറിയിച്ചു. ഉടനെ ദുർഗ ചോദിച്ചു, അല്ല ചേച്ചി, പെൻഡ്രൈവ് കിട്ടിയിട്ടും ഇതുവരെയായിട്ടും മിനിസ്റ്റർക്കെതിരെയുള്ള ആ പെൻഡ്രൈവ് എയറിൽ പോയില്ലല്ലോ, അതാ ചോദിച്ചത്. അതാ ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങൾ രണ്ടുപേരും അതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോ അക്കാര്യം ചേച്ചിയോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞതും പൂർണിമ പറഞ്ഞു, ഇത് മിനിസ്റ്ററെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എയറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ്, ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ചെറിയൊരു കാലതാമസം വരുന്നതെന്ന് പൂർണിമ അറിയിച്ചു. ഉടനെ പൂർണിമയോട് ദുർഗ പറഞ്ഞു, ചേച്ചി, ആ മിനിസ്റ്ററെ കുറിച്ച് അത്രയ്ക്കും മോശമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അത്രയ്ക്കും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്കറിയാവല്ലോ വിനോദിന്റെ അനുജത്തി വിനീതയുടെ അവസ്ഥ. വിനീതയുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് വിനീതയുടെ മരണത്തിന് ഉത്തരവാദികൾ എന്നുള്ള വിവരത്തിൽ യാതൊരു സംശയവുമില്ല. വിനോദവും കുടുംബവും അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു, ആ കുടുംബത്തിനെതിരെ. പക്ഷെ അവിടുത്തെ ആ സി ഐ ശരിക്കും വിനോദിനെയും കുടുംബത്തെയും വല്ലാതെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അയാൾക്ക് അവിടെ നിന്ന് സ്ഥലമാറ്റത്തിനായിട്ടുള്ള അപേക്ഷ കൊടുത്തെങ്കിലും മിനിസ്റ്റർ ഇടപെട്ട് അതുപോലും നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇപ്പോ മിനിസ്റ്ററുടെ പിൻബലത്തോടെ ആ കുടുംബം വിനീതയുടെ കുടുംബത്തെ വല്ലാതെ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് ദുർഗ സങ്കടത്തോടെ അറിയിച്ചു. ഇതിനൊക്കെ കാരണക്കാരൻ ആ മിനിസ്റ്ററാണ്. ഇതുപോലെയുള്ള ഒരു അഴിമതി, ഇതുപോലെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ഇപ്പോഴും ഈ നാട്ടിൽ ഇങ്ങനെ നിലനിന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ, ജനങ്ങൾക്ക് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് മാറും. അതാണ് ചേച്ചി ഞാൻ ചോദിച്ചതെന്ന് ദുർഗ പറഞ്ഞപ്പോ അത് കേട്ട പൂർണിമ പറഞ്ഞു, ഇപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതും ദുർഗ ആ മിനിസ്റ്റർക്കെതിരെ വന്ന ആ ന്യൂസ് അത് കൃത്യമായി ചാനലിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിനിസ്റ്റർക്ക് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ വിനോദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയും ചെയ്യും. അത് കേട്ടതോടെ പൂർണിമ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഈ സമയത്ത് അക്ഷതയുടെ ഫോണിലേക്ക് നിരന്തരമായി താര ഫോൺ ചെയ്യുകയാണ്. പെൻഡ്രൈവ് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന മറുപടിക്ക് വേണ്ടി അക്ഷതയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താരയുടെ ഫോണുകൾ നിരന്തരമായി വരുന്നത് കൊണ്ട് ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ എന്ന് പറഞ്ഞ് ഫോൺ സൈലന്റ് മോഡിൽ വെക്കുകയാണ് അക്ഷിത. അപ്പോഴേക്കും താരയുടെ ഓഫീസിലുള്ള മറ്റൊരു സ്റ്റാഫ് ക്യാബിനിലേക്ക് കയറി വന്നു. എന്താ കാര്യം എന്ന് താര അന്വേഷിച്ചതും ആ സ്റ്റാഫ് പറഞ്ഞു, മേഡം, ഇന്ദിര ടി വിയിൽ ഇപ്പോൾ ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. മിനിസ്റ്റർക്ക് മേനോനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്.
അത് അത് നമ്മളും എയറിൽ വിടണോ മേഡം, അത് ചോദിക്കാനാ എന്ന് പറഞ്ഞതും വേണ്ട, തൽക്കാലം അത് അങ്ങനെയൊന്നും ചെയ്യണ്ട, എന്താണ് മിനിസ്റ്ററുടെ റിയാക്ഷൻ എന്നറിയാം, അതിനുശേഷം മതി എന്ന് പറഞ്ഞ് താര അവരോട് പൊയ്ക്കൊള്ളാനായിട്ട് അറിയിച്ചു. അതിനുശേഷം താരയാകെ ടെൻഷനിലായി. ഇനിയിപ്പോൾ ആ പെൻഡ്രൈവ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, പൂർണിമ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നിരാശയോടെ താര അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ വാർത്ത അറിഞ്ഞ് പ്രദീപിന്റെ വീട്ടുകാരതൊന്നും അറിയാതെ അവരുടെ വിജയം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പായസം അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രേമയുടെ പ്രദീപിന്റെ അമ്മ പ്രേമയുടെ അരികിലേക്ക് അനുജത്തി സഹോദരി പ്രസീത എത്തിയിട്ട് പറഞ്ഞു, അതെ അമ്മേ, അവിടെ രമേശ് ചേട്ടനാണെങ്കിൽ ബിസിനസ്സിൽ ചെറിയൊരു വീഴ്ച വന്നിരിക്കുക, അതുകൊണ്ട് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാമോ എന്ന് രമേശ് ചേട്ടൻ ചോദിച്ചു എന്നറിയിച്ചു. അത് കേട്ടതോടെ പ്രേമ പറഞ്ഞു, നാണയില്ലല്ലോ അവന് ഇങ്ങനെ പെണ്ണും വീട്ടുകാരോട് പണം ചോദിച്ച് ബിസിനസ് നടത്താൻ, അവനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, അതുകൊണ്ട് അവനോട് അതൊക്കെ നിർത്തിയിട്ട് വരാൻ പറ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രകാശ് അതുവഴി പ്രകാശിനെ ഉടനെ തന്നെ പ്രകാശ് ചേട്ടാ എന്ന് പറഞ്ഞ് പ്രേമ വിളിക്കുന്നത് കേട്ടത്. എന്താ പറയുമ്പോ നീ വിളിച്ചത് എന്ന് ചോദിച്ചതും, ആരാ പ്രകാശ് ചേട്ടനെ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ, മൂന്നാറിൽ നിന്നുള്ള ആളുകളാ വിളിച്ചത്, നമ്മളാ റിസോർട്ട് വാങ്ങുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വിളിച്ചതാ, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഉടനെ തന്നെ നമ്മൾ വാങ്ങിക്കുമെന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രകാശ് അറിയിച്ചു. അല്ല, അതിനിപ്പോ പണം ഇനി എവിടുന്ന അമ്മേ എന്ന് പ്രസീത ചോദിച്ചു. മാത്രമല്ല ഇനി വിനീതയുടെ വീട്ടിൽ നിന്ന് പണമൊന്നും കിട്ടില്ലല്ലോ എന്ന് പ്രസീത പറയുമ്പോഴേക്കും അത് കേട്ട് നിന്ന പ്രേമ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ഈ 6 മാസത്തിനുള്ളിൽ ഞാൻ ഇവനെ കൊണ്ട് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കും, അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധന തുകയും ആഭരണവും മാത്രം മതിയല്ലോ നമുക്ക് ആ റിസോർട്ട് വാങ്ങിക്കാനായിട്ട്. റിസോർട്ടിന്റെ ഇപ്പോഴത്തെ അഗ്രിമെന്റ് വെച്ച് 11 മാസത്തെ കാലാവധി നമുക്കുണ്ട്, അങ്ങനെ വന്നാൽ തന്നെ ഇനിയുമുണ്ട് 6 മാസം എന്ന് പ്രേമ അറിയിച്ചു. അതുകൊണ്ട് അത് ഓർത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രേമ തന്റെ മകനെ വെച്ച് നമ്മുടെ ഈ ബിസിനസ് കൂടുതൽ ഉപയോഗപ്പെടുത്തുമെന്നും മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ബിസിനസ് നടത്താനായിട്ട് രമേശിന് അതിന് എന്ത് യോഗ്യതയുള്ളത് എന്ന് പ്രേമ ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് നിന്ന പ്രദീപ് ചോദിച്ചു, അല്ലമ്മേ, നമ്മൾ പിന്നെന്താ ചെയ്യുന്നത്, വിനീതയുടെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ പണം മേടിക്കുന്നത്. ഉടനെ പ്രേമ പറഞ്ഞു, അതെ, നിന്റെ യോഗ്യത അതാണ്, നീ എന്റെ മകനാണെന്നുള്ള യോഗ്യതയാണ്, അത് വെച്ച് നിനക്ക് പണം മേടിക്കാം. എന്നാലേ ഈ രമേശിന് എന്ത് യോഗ്യതയുള്ളത്, അവൻ സത്യത്തിലേ ഇങ്ങോട്ടാ പണം തരേണ്ടത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പ്രസീതെ നീ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് എന്ന് മകളോട് പറഞ്ഞിട്ട് പ്രേമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഈ സമയത്ത് വിനോദ് TV-യിലൂടെ ന്യൂസ് കാണുകയായിരുന്നു. അച്ഛനോടും അമ്മയോടും അപ്പോഴേക്കും വിനോദ് പറഞ്ഞു, അതെ, എന്തായാലും ഈ ഒരു വാർത്തയോടെ ഈ മിനിസ്റ്റർ രാജിവെച്ചല്ലോ, അപ്പോ ഈ മിനിസ്റ്റർ കാരണമാണ് ആ CA-യുടെ ട്രാൻസ്ഫർ വൈകിപ്പിച്ചത്. ഇനി എന്തായാലും പുതിയൊരു CA വരും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞതും വിനീതയുടെ അച്ഛൻ ചോദിച്ചു, അപ്പൊ പിന്നെ നമ്മുടെ കേസിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അല്ലേ മോനെ, ഈ കേസിൽ നമ്മുടെ മോളെ ഇല്ലാതാക്കിയവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടുമല്ലേ എന്ന് അന്വേഷിച്ചപ്പോ വിനോദ് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അച്ഛന് മനസ്സിന് ധൈര്യം പകർന്നു. ഈ സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് അപ്ലോഡ് ചെയ്തതിന്റെ നിരാശയിൽ മേനോൻ പൃഥ്വിയെ വിളിച്ച് ചൂടാവുന്നു. നിന്നെ പോലെ ഒട്ടും കഴിവില്ലാത്ത ഒരുത്തൻ എങ്ങനെയാടാ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുക, നിന്നെ പോലെ കഴിവ് കെട്ടവനെയാണല്ലോ എൻ്റെ ഈ ബിസിനസ്സിൽ ഞാൻ കൂടെ കൂട്ടിയത്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്ന് വീണ്ടും വീണ്ടും നീ തെളിയിക്കുക എന്ന് പറഞ്ഞ് പൃഥ്വിയോട് മേനോൻ ചൂടായി. ഇത് കേട്ടതും പൃഥ്വി പറഞ്ഞു, സാറേ, ഞാൻ അങ്ങനെ അല്ല, ചേച്ചിയുടെ റൂമിൽ നിന്ന് ആ പെൻഡ്രൈവ് കണ്ടെത്താൻ ഞാൻ ആകുന്നത്ര ശ്രമിച്ചതാ, പക്ഷെ ചേച്ചി മറ്റെവിടെയോ വളരെ സുരക്ഷിതമായിട്ടാണ് ആ പെൻഡ്രൈവ് സൂക്ഷിച്ചിരുന്നത്. അത് കേട്ട് കഴിഞ്ഞതും ഉടനെ തന്നെ മേനോൻ ദേഷ്യപ്പെട്ടു. എടാ, അങ്ങനെ എവിടെ ഭദ്രമായി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അത് അവിടെ നിന്ന് കൈക്കലാക്കി എന്നെ നീ ഏൽപ്പിക്കണമായിരുന്നു, അതാണ് നീ ചെയ്യേണ്ടിയിരുന്ന ഡ്യൂട്ടി. എന്തായാലും നിന്നെ പോലെ ഒരു യൂസ്ലെസ് ആണല്ലോ ഈ ഒരു കാര്യത്തിൽ എന്റെ കൂടെ നിന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മേനോൻ ഫോൺ വെച്ചു. ഈ ഒരു നിരാശയിൽ പൃഥ്വി വേഗം തന്നെ പൂർണിമയുടെ അരികിലേക്ക് ഓടിയെത്തി. ചേച്ചി ചെയ്തത് എന്തായാലും ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞതും ഉടനെ പൂർണിമ പറഞ്ഞു, എടാ, നീ ഇങ്ങനെ കറങ്ങി വട്ടം പിരിഞ്ഞു വരാതെ കാര്യം എന്താണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറ എന്ന് പൂർണിമ ആവശ്യപ്പെട്ടപ്പോഴേക്കും ചന്ദ്രമതി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, കാര്യം എന്താണെന്ന് ഞാൻ പറയാം. പൂർണിമേ, നിന്നോട് ആ മിനിസ്റ്ററുടെ കാര്യം അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യരുതെന്ന് എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് നീ അത് കേൾക്കാതിരുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ അത് ശരിയായില്ല എന്ന് അടുത്ത് നിന്ന് മഹാദേവനും സമ്മതിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ആദ്യമായിട്ടാ ഒരു കാര്യം ഇങ്ങനെ അംഗീകരിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോ അരികിലേക്ക് എത്തിയ ദുർഗയും കിരണും പറഞ്ഞു, ചേച്ചി ചെയ്തതാ ശരി, ഒന്നുമല്ലെങ്കിലും ഈ സമൂഹത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരെ തീർച്ചയായിട്ടും സമൂഹത്തിന് മുന്നിൽ അവരുടെ യഥാർത്ഥ മുഖം കൊണ്ടുവരണം. ഇപ്പോ അയാള് രാജിവെച്ചതോടുകൂടി പലരുടെയും ജീവിതത്തിനാണ് വീണ്ടും ഒരു പുതു വെളിച്ചം വന്നിരിക്കുന്നത് എന്ന് ദുർഗയും കിരണും അറിയിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ
പൂർണിമയെ സപ്പോർട്ട് ചെയ്ത് അവർ പറയുന്നത് കേട്ട് അരികിലേക്ക് എത്തി പൃഥ്വി പറഞ്ഞു, ചേച്ചി, ഇതുപോലെ വീടും കുടുംബവും ഒന്നും ഇല്ലാത്ത മറ്റുള്ളവരുടെ ഭിക്ഷയിൽ ജീവിച്ചു പോകുന്നവർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയാണോ ചേച്ചി നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോ പൂർണിമ പറഞ്ഞു, അതെ, ഇതിനെ ചൊല്ലി ഇനി ഒരു സംസാരം വേണ്ട. ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്ത കാര്യം പൂർണ്ണമായിട്ട് ശരിയാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ത്യ ടിവിയിൽ ഞാൻ ഉള്ളിടത്തോളം കാലം, ഈ പൂർണിമ ഉള്ളിടത്തോളം കാലം ഇതുപോലെ സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ ഇനിയും അതിൽ വന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ ചൊല്ലി ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ നേരിട്ടോളാം എന്ന് പൂർണിമ പറയുമ്പോൾ മഹാദേവൻ പറഞ്ഞു, മോളെ, നിന്നെ തേടിയെത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടാ, നിന്നെ കുറിച്ച് ഓർത്തിട്ടാ ഈ ചെറിയച്ഛന്റെ പേടി എന്ന് പറഞ്ഞതും. ചെറിയച്ഛൻ ടെൻഷൻ ആവണ്ട, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പൂർണിമ മഹാദേവനെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് ദുർഗയും കിരണും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ പൂർണിമയെ പ്രശംസിക്കുമ്പോ കലിയോടെ പൃഥ്വിയും അശ്വതിയും ഒക്കെ അപ്പുറത്തേക്ക് മാറിപ്പോയി. അപ്പോഴാണ് ഈ ന്യൂസ് പ്രേമയുടെ കാതിലും എത്തിയത്. പ്രേമ വിവരം അറിഞ്ഞതോടെ വേഗം TV ഓൺ ചെയ്തു. അയ്യോ, പ്രകാശേട്ടാ, ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് പ്രകാശിനെ വിളിച്ചതും പ്രകാശ് അരികിലേക്ക് എത്തി. എന്താ പ്രേമേ, എന്തിനാ നീ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അപ്പോഴേക്കും പ്രകാശിനോട് പ്രേമ പറഞ്ഞു, പ്രകാശേട്ടാ, ആ മിനിസ്റ്റർ രാജിവെച്ചു എന്ന്. എന്തോ പ്രശ്നമുണ്ട്. ആ ഇന്ദിര ടിവിയില് എന്തോ ന്യൂസ് വരുന്നു. ഇനി വിനീതയുടെ കാര്യത്തിലാണോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? വിനീതയുടെ കാര്യത്തിൽ മിനിസ്റ്റർ ഇടപെട്ടത് കൊണ്ടാണോ എന്ന് പോലെ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ, നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അല്ല, അന്ന് വിനീതയുടെ ആ വിനോദിന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അന്ന് ആ പൂർണിമയും ഇന്ദിര ടിവിയുടെ CEO ആയ പൂർണിമയും അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതാ ഞാൻ പറയാൻ കാരണമെന്ന് പ്രേമ പറഞ്ഞതും. എന്തായാലും നമുക്ക് ന്യൂസ് വെച്ച് നോക്കാം, അപ്പൊ കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മിനിസ്റ്റർ തന്നെ നിലപാട് പറയുകയും പാർട്ടിയുടെ താല്പര്യപ്രകാരം തൽക്കാലം താൻ രാജിവെച്ചതാണെന്നും അല്ലാതെ തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നും ഇനി അന്വേഷണത്തിന് ശേഷം താൻ വീണ്ടും മടങ്ങിയെത്തുമെന്നും അന്വേഷണത്തിന് ശേഷം താൻ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ താൻ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും പറഞ്ഞ് മിനിസ്റ്റർ അങ്ങനെ ഒരു കമന്റ് മാത്രം മീഡിയാസിന് നൽകിയിട്ട് പോകുന്ന കാഴ്ച കണ്ടതോടെ പ്രേമയ്ക്കും കുടുംബത്തിനും ആകെ ടെൻഷനായി. ഇനിയിപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആ മിനിസ്റ്ററാണ്. ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ലല്ലോ എന്ന് അവർ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പും തൊട്ടു പിന്നാലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വണ്ടിയും വന്ന് നിൽക്കുന്നു. അവര് സൂട്ട് കേസും എടുത്തുകൊണ്ട് പോലീസുകാരുടെ സഹായത്തോടെ വേഗം അകത്തേക്ക് കയറുന്നു. പുതിയ CA തന്റെ അന്വേഷണം തുടങ്ങിയതിന്റെ ആ ഒരു സൂചന നൽകി പ്രേമയെയും കുടുംബത്തെയും കൂടുതൽ ഭയപ്പെടുത്തി അവരുടെ വീട്ടിലേക്ക് വിനീതയുടെ മരണത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നും അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളുമായി സിയും സംഘവും പ്രേമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു.